നന്ദു. റൂമിലിരുന്ന് കുഞ്ഞിൻ്റെ തുണികൾ മടക്കി കബോർഡിലേക്ക് വെച്ചുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ആനന്ദ് വിളിച്ചതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ നന്ദേട്ടാ? അവസാന തുണിയും മടക്കി വെച്ച ശേഷം കബോർഡ് അടച്ചു വെച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. മോൾ എവിടെ നന്ദു? കയ്യിലിരുന്ന ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് ആനന്ദ് ചോദിച്ചു. മോളെ ആദ്യം അരവിന്ദും കൂടെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവനൊന്ന് മോളിക്കൊണ്ട് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും അല്പം വെള്ളം ക്ലാസ്സിലേക്ക് പകർന്നെടുത്ത് കുടിച്ചു. നന്ദു, ദേവ് ഗ്രൂപ്പ്സിലെ ദേവൻ സാർ വിളിച്ചിരുന്നു. പ്രൊജക്റ്റ് തുടങ്ങാൻ ഇനിയും ദിവസങ്ങളുള്ളത് കൊണ്ട് സാറും മടവും നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ക്ലാസ് ടേബിളിലേക്ക് വെച്ച ശേഷം കട്ടിലേക്ക് വന്നിരുന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ അരികിലേക്ക് കയറിയിരുന്നു. ആണോ നന്ദേട്ടാ? എന്നിട്ട് അവർ എന്നത്തേക്ക് വരുന്നത്? അവർ വരുന്നുണ്ടെന്ന് കേട്ടതും അവൾ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു. താനിങ്ങനെ എക്സൈറ്റഡ് ആവാതരോ? അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞതേയുള്ളൂ, എന്നത്തേക്കാണെന്ന് ഒന്നും പറഞ്ഞില്ല. അവളെ സന്തോഷം കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. മേഡത്തിനെ ഒന്നുകൂടെ കാണാൻ പറ്റിയിരുന്നുവെങ്കിലെന്ന് ഞാൻ ഇന്നുകൂടെ വിചാരിച്ചതേയുള്ളൂ. അല്ല നന്ദേട്ടാ, പാലക്കാടല്ലേ മേഡത്തിൻ്റെ വീട്? അവൾ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. പാലക്കാട് അഗ്രഹാരത്തിലെ ശിവകാമി ദേവി. ദേവ് സാറിൻ്റെ ഫുൾ നെയിം മഹാദേവ് അയ്യർ. ഈ ദേവ് സാറിൻ്റെ മുറപ്പെണ്ണായിരുന്നു ശിവകാമി മേഡം. സാമ്പത്തികമായി പിന്നോക്കം നിന്ന ദേവ് സാറിന് സ്വന്തം മകളെ കൊടുക്കുന്ന മേഡത്തിൻ്റെ അച്ഛൻ വെല്ലുവിളിച്ചതും രാത്രിക്ക് രാത്രി മേഡത്തിനെയും മടിച്ചുകൊണ്ട് മുംബൈക്ക് വണ്ടി കയറിയതാണ് ഈ മഹാദേവ് അയ്യർ. ആനന്ദ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തിയതും നന്ദു വായും തുറന്നിരുന്നു പോയി. അപ്പോൾ അവിടെ ലവ് മാരേജ് ആയിരുന്നോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതിനവനൊന്നും മൂളിയതും ടേബിളിലിരുന്ന അവൻ്റെ ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു. അവൻ വേഗം കട്ടിൽ നിന്നും എഴുന്നേറ്റ് മുണ്ടൊന്ന് മുറുക്കി കൊടുത്തുകൊണ്ട് ടേബിളിലിരുന്ന ഫോൺ കയ്യിലേക്കെടുത്തു. ശരണാണല്ലോ. അവൻ ആത്മകഥം പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ ശരൺ. ശരൺ, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ നോക്കിയിട്ട് ക്ലിയർ ചെയ്തയക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം തൻ്റെ ലാപ്പും കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പോയത് നന്ദു ഒരു നെടുവീർപ്പോടെ കട്ടിലെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സ് നിറയെ ശിവകാമിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. കാരണം അന്ന് ഓഫീസിൽ വന്നപ്പോൾ തന്നെ ശിവകാമിയുമായിട്ട് നന്ദുവിന് വല്ലാത്തൊരു അടുപ്പം ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോയ ശേഷം അവൾ ഇടയ്ക്കൊക്കെ അവരെ വിളിക്കുമായിരുന്നു. ഒന്നുകൂടെ നേരിട്ട് കാണണമെന്ന് അവൾ അതിയെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടത്. അതും അവളിൽ വല്ലാത്തൊരു സന്തോഷം തന്നെ നിറച്ചു. ഗാർഡിലിരുന്ന് ലാപ്പിൽ ശരൺ പറഞ്ഞ് വർക്ക് ക്ലിയർ ചെയ്ത് സെൻഡ് ചെയ്ത ശേഷം മറ്റെന്താ ചെയ്തുകൊണ്ടിരുന്ന ആനന്ദിനരികിലേക്ക് ആകാശ് പതിയെ നടന്നു വന്നു. തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ആനന്ദ് അവനെ കണ്ടിരുന്നില്ല. അവനോട് സംസാരിക്കാൻ ആകാശിന് എന്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും താൻ അവനോട് ചെയ്ത് തെറ്റ് തന്നെയാണ്. തൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം അവന് നഷ്ടമായത് അവൻ്റെ അഭിമാനം തന്നെയായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടൊരു ദീർഘശ്വാസം എടുത്തു. പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ആനന്ദ് ഒന്ന് തിരിഞ്ഞു നോക്കിയത്. തൻ്റെ പിന്നിൽ വന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആകാശിനെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവന് നെറ്റി ചൊളിച്ചുകൊണ്ട് ലാപ്പ് ടേബിളിലേക്ക് വെച്ച ശേഷം ചെയറിൽ നിന്നും എഴുന്നേറ്റു. എന്താളിയാ, കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടല്ലോ. പിന്നിൽ നിന്നും എങ്ങനെ കുത്താമെന്ന് ചിന്തിക്കുകയാണോ? എങ്ങോട്ട് നോക്കി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആകാശിൻ്റെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് ആനന്ദ് അല്പം പരിഹാസത്തോടെ ചോദിച്ചതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി ആനന്ദിനെ ഒന്ന് നോക്കി. അനന്തു, അവൻ എന്തോ പറയാൻ തുടങ്ങിയതും ആനന്ദ് അവനെ തടഞ്ഞിട്ട് മാറിൽ കൈകൾ കെട്ടി അവൻ്റെ മുന്നിൽ നിന്നു. എന്താണാവോ ഇപ്പം ഈ ആഗമനോദ്ദേശം? അത് മാത്രം പറഞ്ഞാൽ മതി. അവൻ ചോദിച്ചതും പറയാൻ ഉദ്ദേശിച്ചതൊന്നും അവനോട് പറയാൻ കഴിയാതെ ആകാശ് വീർപ്പുമുട്ടി. അനന്തു, എനിക്കറിയാം ഞാൻ നിന്നോട് ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണെന്ന്. പക്ഷേ എടാ, എനിക്ക് ആ സമയം അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നടാ. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയത് കൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ നിന്നോട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മുതിർന്നത്. ആകാശ് ദയനീയതയോടെ പറഞ്ഞതും ആനന്ദിൻ്റെ മുഖത്ത് പുച്ഛം തെളിഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. ആട്ടെ, എന്തായിരുന്നു നിൻ്റെ ആ അവസ്ഥ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പരിഹാസം കണ്ടതും ആകാശിൻ്റെ തല കുനിഞ്ഞു. നീ എന്നെ എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ അനന്തു, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കണം അനന്തു, എൻ്റെ ഒരു അപേക്ഷയാണ്. അവൻ ദയനീയമായി സ്വരത്തിൽ പറഞ്ഞതും ആനന്ദ് അവനെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞ് ദൂരേക്ക് നോക്കി നിന്നു. അവൻ്റെ മൗനം കണ്ടതും ആകാശൊരു നെടുവീർപ്പോടെ സ്ത്രീയുടെ പ്രണയവും അവനുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ തൊട്ടുള്ള അവൻ്റെ അവസ്ഥയും വിവാഹത്തിന് 2 ദിവസം മുന്നേ അവൻ കള്ളു കുടിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലറിക്കരഞ്ഞതുമൊക്കെ അവനോടായി പറയാൻ തുടങ്ങി. ശ്രീനാഥിൻ്റെയും മാവണിയുടെയും വിവാഹം അവിടെ കുഞ്ഞുനാളിലെ തന്നെ വീട്ടുകാർ ഉറപ്പിച്ചു വെച്ചതായിരുന്നെന്നത് ആനന്ദിന് ഒരു പുതിയ അറിവായിരുന്നു.
ആവണി പറഞ്ഞ് പറ്റിച്ചാണ് തന്നെ ചതിക്കാനായി ആകാശ് അവളെ കൂട്ടുപിടിച്ചത് എന്നറിയാമെങ്കിലും അതിന് പിന്നിൽ ഇങ്ങനെയൊരു കാരണമുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. സ്ത്രീക്ക് അവളോട് അത്രയും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ഇഷ്ടം ആദ്യമേ തന്നെ അവളോട് പറയാൻ പാടില്ലായിരുന്നോ? എല്ലാം കേട്ട് കഴിഞ്ഞതും ആനന്ദ് ഗൗരവത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവളോട് അവൻ എങ്ങനെ ഇഷ്ടം പറയുമെന്നാ? ഇനി പറഞ്ഞാൽ തന്നെ അവളത് അംഗീകരിക്കോ? ഒരിക്കലുമില്ല. നിന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനുള്ള മനസ്സ് ആ സമയം അവൾക്കുണ്ടായിരുന്നില്ല. നീയും കണ്ടതല്ലേ അവളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോൾ അവളിവിടെ ചെയ്തു കൂട്ടിയതൊക്കെയും. ഭാഗ്യം കൊണ്ടല്ലേ അവൾ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടത്. അവൻ പറഞ്ഞതും ആനന്ദിൻ്റെ മനസ്സിലേക്ക് നാവണി ആത്മഹത്യക്ക് ശ്രമിച്ചതും മറ്റും കടന്നു വന്നു. അതിനേക്കാൾ ദയനീയമായിരുന്നു നീ പോയതിനു ശേഷമുള്ള അവളുടെ അവസ്ഥ. അവൻ പറഞ്ഞതും ആനന്ദ് അവൻ എന്താ ഉദ്ദേശിച്ചെന്നും മനസ്സിലാകാതെ അവനെ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി നിന്നു. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സ്ത്രീയുമായിട്ട് അവളുടെ വിവാഹം നടത്താൻ ഞങ്ങൾ ശ്രമിച്ചതാ. പക്ഷേ അവൾ അതിനെ ശക്തമായി എതിർത്തു എന്ന് മാത്രമല്ല, എന്തെങ്കിലും അവൾക്ക് ഒരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കുമെന്നവൾ തീരുമാനിച്ചു. അതിനുശേഷം ആരോടും മിണ്ടാതെ ആഹാരം പോലും കഴിക്കാതെ എപ്പോഴും നിന്റെ മുറിയിൽ കയറിയിരിക്കും. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയങ്ങളിലൊക്കെയും അവൾ. നീ പോയതിനേക്കാൾ ഉപരി നീ അവൾ വെറുക്കുന്നെന്ന് പറഞ്ഞതായിരുന്നു അവൾക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. പിന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും ഒക്കെ നടത്തിയാണ് അവളെ പഴയ ആവണിയായിട്ട് തിരികെ കൊണ്ടുവന്നത്. എന്നിട്ടും അവൾക്ക് നിന്നോടുണ്ടായിരുന്ന പ്രണയത്തിന് മാത്രം മാറ്റമൊന്നും സംഭവിച്ചില്ല. ഈ 3 വർഷവും അവൾ നിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവളോട് നീ അനന്തവിനെ മറന്ന സ്ത്രീ വിവാഹം കഴിക്കണമെന്ന് ഞങ്ങൾ എങ്ങനെ പറയാനാടാ? എന്നിട്ടും അച്ഛനെ ഇടയ്ക്കൊക്കെ നിന്നെ ഇനിയും കാത്തിരുന്ന് ചെയ്ത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചീത്ത പറയാറുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവൻ പറഞ്ഞു കഴിഞ്ഞതും ആനന്ദൊരു നെടുവീർപ്പോടെ ചെയറിലേക്കിരുന്നു. ഇതിലിപ്പോൾ ഞാനിനി എന്ത് ചെയ്യാനാ? പിന്നെ നിങ്ങളോട് ക്ഷമിക്കണമെന്നാണെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞതും ആകാശിൻ്റെ മുഖം വിടർന്നു. അവൻ അതിയായ സന്തോഷത്തോടെയും നന്ദിയോടെയും ആനന്ദിനെ ഒന്ന് നോക്കി. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് രണ്ടിൻ്റെയും കർണം അടിച്ച് പൊട്ടിക്കേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ അവസ്ഥ ഓർത്തുള്ള സഹതാപം കൊണ്ടോ അല്ല. മറിച്ച് നീ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അന്ന് ആ വിവാഹം മുടങ്ങിയത്. ഞങ്ങളുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഡിവോഴ്സുമാകുമായിരുന്നു. ഒരിക്കലും മാവണി എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ സാധിക്കില്ലായിരുന്നു. എന്തായാലും നിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു നിർത്തിയതും ആകാശ് അവൻ്റെ കയ്യിൽ കവർന്നു. സോറിയടാ, തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. വളരെ വലിയ തെറ്റ് പറ്റിപ്പോയടാ. അതും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൻ ആനന്ദിനെ മുറുകെ പുണർന്നതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആനന്ദിൻ്റെ കൈകളും അവനെ ചേർത്ത് പിടിച്ചു. മുകളിലെ തൻ്റെ മുറിയിലെ ജനാലയുടെ താഴേക്ക് നോക്കിയ ആവണിയും ആനന്ദിന് കോഫിയുമായി ഉമ്മറത്തേക്ക് വന്ന നന്ദുവും ഈ കാഴ്ച കണ്ടതും ഒരു നിമിഷം അനങ്ങാനാവാതെ തന്നെ നിന്നു. പിന്നെ പതിയെ ഇരുവരുടെയും ചുണ്ടിൽ ഒരു നനത്ത പുഞ്ചിരി തെളിഞ്ഞു വന്നു. ഇനിയും ഒരുപാട് ദൂരമുണ്ടോ ആദി? ഇരുവശത്തും വളഞ്ഞു നിൽക്കുന്ന നെൽവയലുകൾക്കിടയിലൂടെ നടക്കുന്നിടയിൽ നന്ദു ആദിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു 5 മിനിറ്റ് കൂടി. അവൾ മറുപടി പറഞ്ഞതും നന്ദു തിരിഞ്ഞു നിന്ന് അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി. കുറേ നേരമായിട്ട് നീ 5 മിനിറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ ഇടുപ്പിൽ കൈവച്ചു പറഞ്ഞതും ആദ്യം നിളിച്ച് കാണിച്ചു കൊടുത്തു. ഒരു ഇത്തിരി കൂടി ഉള്ളൂ ഏട്ടത്തി. ദേ ആ സ്റ്റെപ്പ് കൂടെ കയറിയ ക്ഷേത്രമായി. ആദ്യം അകലേക്ക് നോക്കി കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും നന്ദു ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആദ്യം തൊട്ട് പിന്നാലെ തന്നെ നടന്നു. ആനന്ദിൻ്റെയും കൈയും കാലും പിടിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് കുന്നുമല ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നന്ദുവും ആദിയും. കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നുവെങ്കിലും മോൾക്ക് ചെറിയ പാനിക്കോളുള്ളത് കൊണ്ട് ആനന്ദ് അവളെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. എങ്കിൽ പിന്നെ നന്ദുവും പിന്നെ ഒരു ദിവസം പോകാമെന്ന് കരുതിയെങ്കിലും ലക്ഷ്മിയമ്മ സമ്മതിച്ചില്ല. ക്ഷേത്രത്തിലേക്ക് പോകാനായി ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയിട്ട് പോകാതിരിക്കരുതെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൾ അനുസരിച്ചു. അല്ലെങ്കിലും കുഞ്ഞി പെണ്ണ് ഇപ്പോൾ അച്ഛമ്മയെ മാത്രം മതി. പാപം കുടിക്കാനും ഉറങ്ങാനും മാത്രമാണ് കള്ളിപ്പെണ്ണിപ്പോൾ നന്ദുവിൻ്റെ അരിയിലേക്ക് വരുന്നത് തന്നെ. ഓരോന്നും പറഞ്ഞു കേട്ടും അധികം വൈകാതെ തന്നെ അവർ കുന്നുകയറി ക്ഷേത്രനടയിലേക്ക് എത്തിയിരുന്നു. കറുത്ത കരിയുള്ള സെറ്റ് സാരിയും അതിന് മാച്ചായി കറുത്ത ബ്ലൗസുമായിരുന്നു നന്ദുവിൻ്റെ വേഷം. ആദ്യ സെറ്റിൻ്റെ ഒരു ധാവണിയും. ആ വേഷത്തിൽ ഇരുവരെയും കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. വായടത്തി നട തുറന്ന സമയമാണ്. അവസാന പടിയും കയറി മുകളിലെത്തിയ ശേഷം നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കുന്ന നന്ദുവിനോടായി ആദ്യം പറഞ്ഞതും അവളുടെ കണ്ണുകൾ ആ ക്ഷേത്രത്തിലേക്ക് നീണ്ടു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 5 or 6 പേരുണ്ടാകും. അവരെല്ലാം ക്ഷേത്ര നടയിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദു ആദിയോടൊപ്പം അകത്തേക്ക് നടന്നു. ഏട്ടത്തി
അവിടെ അർച്ചനയ്ക്ക് രസീത് എഴുതിപ്പിക്കുന്നത്. ഏട്ടത്തി ഇവിടെ നിൽക്ക്, ഞാൻ പോയി എഴുതിച്ചിട്ട് വരാം. വേണ്ട അതി, ഞാൻ കൂടെ വരാം. ആദിയോട് പറഞ്ഞിട്ട് നന്ദു മുന്നോട്ട് നടന്നു. അവളുടെ പിന്നാലെ ഒരു ചിരിയോടെ ആദിയും മുന്നോട്ട് നടന്നതും കുറച്ച് മാറി നിന്ന് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരിൽ അവളുടെ കണ്ണുകൾ പതിച്ചു. ഒരു നിമിഷം അവളിൽ ഒരു ഞെട്ടലുണ്ടായി. അവൾ പകുപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു. വേഗം വാതി. മുന്നിൽ നിന്ന് നന്ദുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വേഗം അവളുടെ അരികിലേക്ക് നടന്നു. നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു ആദി? മുന്നിലെത്തിയതും നന്ദുവിൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പതറി. അതേട്ടത്തി, കാലെന്തോ തടഞ്ഞു വീഴാൻ പോയി. നോക്കി നടക്കണേ. അതിന് മറുപടി ആദ്യം ഒന്ന് തലയാട്ടിയത് നന്ദു കൗണ്ടറിലേക്ക് ചെന്ന് അർച്ചനയ്ക്ക് വേണ്ടി രസീത് എഴുതിപ്പിച്ചു. രസീത് വാങ്ങി ക്യാഷ് കൊടുത്ത ശേഷം അവർ വേഗം ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. നടക്കുന്നിടയിൽ ആദിയുടെ കണ്ണുകൾ ചുറ്റിനും പരതിക്കൊണ്ടിരുന്നു. ശ്രീകോവിലിന് മുന്നിൽ നിന്നും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നന്ദുവിൻ്റെ മനം നിറയെ അവളുടെ നന്ദേട്ടൻ്റെയും കുഞ്ഞിപ്പെൻ്റെയും മുഖം തെളിഞ്ഞു നിന്നിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞതും പ്രസാദം വാങ്ങി അവർ തിരികെ നടന്നു. ഏട്ടത്തി ഇവിടെ നിൽക്ക്, ഞാൻ കുളക്കടവ് വരെ പോയിട്ട് വരാം. ഇതൊന്ന് കഴുകിക്കളയണം. നന്ദുവിന് നേരെ തൻ്റെ വലത് കൈ നീട്ടി കാണിച്ചുകൊണ്ട് ആദി പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. വേഗം വണ്ണേ ആദി, മോൾക്ക് എന്താണെന്ന് അറിയാതെ ആകെ ഒരു ടെൻഷനാണ്. മുന്നോട്ട് നടന്ന ആദ്യയോടായി നന്ദു പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് കുറച്ച് വേഗത്തിൽ നടന്നു. കുളക്കടവിലെ പടവുകൾ ഇറങ്ങുമ്പോൾ ആദിയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു. താഴെ എത്തിയതും അവൾ അവിടെ മാകെ ഒന്ന് നിരീക്ഷിച്ചു. ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവളൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പതിയെ ചന്ദനം പറ്റിയ കൈകൾ കഴുകി. ശേഷം അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കുളക്കടവിലെ കൽമതിൽ ചാരി മാറിൽ കൈകൾ കെട്ടി നിന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ആളിനെ കണ്ടതും അവളൊന്ന് വിറച്ചുപോയി. അവിയേട്ടാ. ഇടർച്ചയോടുള്ള അവൾ ശബ്ദം കേട്ടതും അവൻ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് തിരികെ നടക്കാൻ തുടങ്ങി. അയ്യോ അവിയേട്ട, പോവല്ലേ, ഞാനൊന്ന് പറയട്ടെ. അവൾ പിന്നാലെ ചെന്ന് അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. അവിയേട്ട പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിണ്ടരുത് നീ. ഇത്രയും ദിവസങ്ങളായിട്ടും നിനക്കൊന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി നീ ഒന്നും പറയണ്ട. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോഴേക്കും അവൾ ഓടിച്ചെന്ന് അവനെ ഈർക്കപ്പുണർന്നു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൻ സ്തംഭിച്ചു നിന്നുപോയി. ശേഷം പതിയെ അവൻ്റെ കൈകളും അവളെ ചുമലിലൂടെ ഇഴഞ്ഞുകൊണ്ട് അവളെ മുറുക്കപ്പുണർന്നു. ചേ, ഇവളിത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി പോയിട്ട്? ഇനി ഇവൾ കുളം കുത്തി വെള്ളം എടുക്കാൻ പോയതാണോ? ആദ്യം കാത്ത ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരത്തിന് ചുവട്ടിലായി നിന്ന് നന്ദു ടെൻഷനോടെ പിറുപിറുത്തുകൊണ്ടിരുന്നു. അല്പസമയം കൂടെ അവിടെ നിന്നിട്ടും ആദ്യം കാണാതായതുകൊണ്ട് നന്ദു കുളക്കടവിലേക്ക് നടന്നു. ഈശ്വര, വഴി പോലും അറിയില്ല. ക്ഷേത്രക്കുളം എവിടെയാണോ എന്തോ. നന്ദു ചുറ്റിനും നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അപ്പോഴാണ് അതുവഴി രണ്ട് സ്ത്രീകൾ നടന്നു വരുന്ന കണ്ടത്. ചേച്ചി, ഈ ക്ഷേത്രക്കുളം ഏത് ഭാഗത്തായിട്ടാണ്? ദാ അതുവഴി പോയാൽ മതി. നന്ദു ചോദിച്ചതും അവർ കുളത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ശരി ചേച്ചി, താങ്ക് യു. അവരോട് നന്ദി പറഞ്ഞ ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഇപ്പോൾ എൻ്റെ അഫിയേട്ടനെ പിണക്കം മാറിയോ? അവനിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിന്നതേയുള്ളൂ. എൻ്റെ അഫിയേട്ടാ, ഇങ്ങനെ നോക്കിക്കൊല്ലാതെ. ഞാൻ മനഃപൂർവ്വം കാണാൻ വരാത്തതോ വിളിക്കാത്തതോ അല്ല. പിന്നെ ഈ 4 ദിവസം എന്നെ വിളിക്കാതിരിക്കാനും മാത്രം എന്തും മലമറിക്കുന്ന പ്രശ്നമായിരുന്നടി പുലേ നിനക്കുണ്ടായിരുന്നത്. അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ അവനെ സങ്കടത്തോടെ നോക്കി നിന്നും. പറയാതി, ഇത്രയും ദിവസങ്ങൾ എന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത അത്ര എന്ത് പ്രശ്നമായിരുന്നു നിനക്കുണ്ടായിരുന്നത്? അതോ നിനക്കിപ്പോൾ എന്നെ വേണ്ടതായി തുടങ്ങിയോ? അഫിയേട്ടാ. അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ശബ്ദമുയർത്തി. നിൻ്റെ ഈ അവഗണന കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനന്തുവേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഫിയേട്ടാ. 3 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഏട്ടനെന്ന് കാണുന്നതും മിണ്ടുന്നതുമൊക്കെ. അവരെ കണ്ടപ്പോഴുള്ള സന്തോഷത്തിൽ ആ സമയം മറ്റൊന്നിനെക്കുറിച്ചും ഓർത്തിരുന്നില്ല എന്നതാണ് സത്യം. അവൾ നിറം മിഴികളോടെ മുഖം കുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ തിരിഞ്ഞ് അവളെ നിന്ന് നോക്കി. അവൻ്റെ മുഖത്തും സങ്കടം തെളിഞ്ഞു. അവളുടെ ഏട്ടനെ അവൾ എത്രമാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും പറയാതെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. പോട്ടെ, സാരമില്ല. നിന്നെ ഒന്ന് കാണാനോ നിൻ്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാനോ കഴിയാതെ വന്നപ്പോൾ ഞാനാകെ ടെൻഷനായി പോയിടി. അതുകൊണ്ട് പിണങ്ങിയെന്നത്. സോറി മോളെ. അവൻ അവളെ നെറുകയിൽ നിന്നും മുത്തിക്കൊണ്ട് പറഞ്ഞതും അവളൊന്നുകൂടെ അവനെ മുറുക്കെ പുണർന്നു നിന്നു. ആദ്യയുടെ കോളേജിൽ അവളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അവളുടെ അധ്യാപകനായിരുന്നു അഭിജിത്ത് എന്ന ആഫി. ആഫിയുടെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. അവിടെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന പ്രഭാകരൻ്റെയും വീട്ടമ്മയായ പത്മിനിയുടെയും മകനാണ് അഭിജിത്ത്. +2 പഠിക്കുന്ന അഭിമന്യാണ് അഭിജിത്തിൻ്റെ സഹോദരൻ. 3 കൊല്ലം അടിച്ചു പൊളിക്കാനും പറ്റിയാൽ ഏതെങ്കിലും ഒന്നിനെ പ്രേമിച്ച് നടക്കുകയും ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ കോളേജിൽ പോയ ആദ്യ പറ്റിയ ഒന്നിനെ കിട്ടാത്തതുകൊണ്ട്
ഒടുവിൽ പഠിപ്പിക്കുന്ന സാറിനെ തന്നെ കയറി അങ്ങ് പ്രേമിച്ചു. ഫസ്റ്റ് ഇയറിലെ ഓണാഘോഷത്തിനിടയിൽ കറുത്ത ഷർട്ടും മുണ്ടും ധരിച്ചു വന്ന അവനെ ഒരൊഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് പിടിച്ചു കയറ്റി യാതൊരു കോസലുമില്ലാതെ ഐ ലവ് യു പറഞ്ഞ അവളെ അവൻ വായും തുറന്ന് നോക്കി നിന്ന് പോയി. കൂടാതെ ഇനി മേലിൽ ഇതുപോലെ മുണ്ടും കുർത്തിയും ധരിച്ചു വന്നാൽ പബ്ലിക്കായിട്ട് പിടിച്ച് കിസ് ചെയ്യുമെന്ന് കൂടെ പറഞ്ഞതും അവൻ്റെ തലയിൽ ബാക്കിയുണ്ടായിരുന്ന കിളികൾ കൂടെ കൂടും കൊടുക്കുകയും എടുത്ത് പറന്നുപോയി. ആദ്യമൊക്കെ അവളുടെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമാണെന്ന് കരുതി അവൻ മൈൻഡ് ചെയ്യാതെ നടന്നുവെങ്കിലും ഒടുവിൽ അവൾ സീരിയസ് ആണെന്ന് അറിഞ്ഞതും അവൻ്റെ മനസ്സിലും അവളോട് പ്രണയം മുട്ടിട്ടു. അവൻ്റെ പ്രണയം അവളെ അറിയിച്ചതും കോളേജ് ആണെന്ന് പോലും ഓർക്കാതെ അവൾ അവനെ പിടിച്ച് കിസ് ചെയ്തു. അതും ഫ്രഞ്ച്. എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയം അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ള ദിവസങ്ങൾ അത്രയും അവിടെ പ്രണയകാലമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലാതെ ഒരു ദിവസം പോലും അവർ ഒന്ന് കാണാതെയോ മിണ്ടാതെ ഇരിക്കാറില്ല. ഇപ്പോൾ ആനന്ദ് വന്നതിന് ശേഷമാണ് ആദി ആഫിയോട് സംസാരിക്കാതെ ഇരുന്നത്. അതിൻ്റെ ടെൻഷനും വിഷമവും കൊണ്ടായിരുന്നു ആദ്യം അവൾ വന്നപ്പോൾ അവൻ ദേഷ്യം കാണിച്ചത്. അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കവളിൽ അമർത്തി ചിമ്പിച്ചു. ആ നിമിഷം അവളൊന്ന് കുറുകിക്കൊണ്ട് കുറച്ചുകൂടെ അവനോട് ചേർന്ന് നിന്നു. പെട്ടെന്നെന്തോ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കിയതും തങ്ങളെ നോക്കി അന്തം വിട്ടു നിൽക്കുന്ന നന്ദുവിനെ കണ്ട് ആദിയുടെ മുഖം വിളറി വെളുത്തു.